ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിറൻറ്റ് വിത്ത് SURT SS. പുതിയ സിലബസ് പ്രകാരമുള്ള 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 4 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും പാർട്ട് 2 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. എന്താണ് സമ്പദ് വ്യവസ്ഥ? ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്ന് പറയുന്നത്. കഴിഞ്ഞ പാർട്ട് 1 സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പാർട്ടിൽ നമുക്കിനി പറയാനുള്ളത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സമ്പദ് വ്യവസ്ഥ അല്ലേ? എന്താണ്? ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിതരണം ചെയ്യുന്നു, അത് ഉപഭോക്താക്കൾ വാങ്ങിക്കുന്നു, ഉപഭോഗം നടത്തുന്നു. ഇവ ക്രമീകരിക്കുന്ന രീതിയെയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുകയാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും അടിസ്ഥാന ധർമ്മം എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അതായത് ഓരോ രാജ്യത്തിലും വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളായിരിക്കും നിലവിലുണ്ടായിരിക്കുക. ഇത് മനുഷ്യനിർമ്മിതമാണ്. ഇത് കാലങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകാം. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഉൽപാദനം, വിതരണം, ഉപഭോഗം. ക്ലിയർ? അപ്പോൾ ഇതും എന്താണ് സമ്പദ് വ്യവസ്ഥ? സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ധർമ്മം എന്താണ്? എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ വിവിധതരം സമ്പദ് വ്യവസ്ഥകളിലേക്ക് കടക്കുന്നു. വിവിധതരം സമ്പദ് വ്യവസ്ഥകൾ. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയി തരംതിരിക്കുന്നു. അപ്പോൾ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം എങ്ങനെയാണ് നിലനിർത്തുന്നത്? അതായത് ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ നിയന്ത്രണം സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ, അതുമല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളും ഗവൺമെന്റും ഒരുമിച്ചോ ആയിരിക്കും. ഇത്തരത്തിലാണ് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥയെ എത്രയായി തരംതിരിക്കുന്നുണ്ട്? 3ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്? ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ എന്തു പറയുന്നു? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം എന്താണ്? അങ്ങനെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? സ്വകാര്യ വ്യക്തികൾ ആയിരിക്കും. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? ലാഭം മാത്രമാണ് ലക്ഷ്യം. ഗവൺമെന്റ് ഇടപെടൽ പരിമിതമാണ്. അതായത് മുതലാളിമാർക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ പണത്തിന് ആണ് ഈ സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം ഉണ്ടായിരിക്കുക. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിപണികളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിയന്ത്രണം ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതിലൂടെയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ക്ഷേമമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള വിഭവങ്ങളുടെ വിതരണമോ ഇവിടെ സാധ്യമാകണം എന്നില്ല. എന്തുമാത്രമാണ് ഇവിടെ പ്രാധാന്യം? സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവിടെ
ഉന്നം വെക്കുന്നത്. ക്ലിയർ? അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ഇവിടെ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമായിരിക്കും. സ്വകാര്യ വ്യക്തികൾക്ക് ഏതു വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? സ്വകാര്യ വ്യക്തികൾ ആയിരിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഉപഭോക്താവിന് പരമാധികാരം ഉണ്ടായിരിക്കും. ഓക്കെ, വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ഏതാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് ഇക്കോണമി. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. ഒരു ആസൂത്രണ കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഇവിടുത്തെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നടപ്പിൽ വരുത്തുന്നത്. അത്തരത്തിലുള്ള രാജ്യങ്ങളാണ് റഷ്യ, ചൈന, ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. റഷ്യയിലാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ആദ്യമായി നടപ്പിൽ വരുത്തുന്നത്. എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ? ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. എല്ലാ കാര്യങ്ങളും ആരാണ് നിയന്ത്രിക്കുന്നത്? ഗവൺമെന്റാണ്. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. എന്താണ്? എല്ലാവരുടെയും ക്ഷേമം, സമൂഹത്തിന്റെ ക്ഷേമമാണ് ലക്ഷ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയായിരുന്നു? സാമ്പത്തിക ലാഭമായിരുന്നു ലക്ഷ്യം. ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാമൂഹിക ക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത്. വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിപണിയിലെ എല്ലാ സാധനങ്ങളും വില നിയന്ത്രണവും കാര്യങ്ങളൊക്കെ തന്നെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? ഗവൺമെന്റിന്റെ കേന്ദ്ര ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ലഭ്യമായ വിഭവങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന് ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ തീരുമാനമെടുക്കുന്നത് ആസൂത്രണ കമ്മീഷനായിരിക്കും. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. അതായത് സമൂഹത്തില് ജനങ്ങൾക്കിടയിൽ തുല്യമായിട്ടുള്ള സമ്പത്തിന്റെ വിതരണം നടപ്പിലാക്കുന്നതിന് ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കോണമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ നല്ല വശങ്ങളെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ നല്ല വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഏത്? മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നു. ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ. ലാഭേച്ഛ ഏതിന്റെ ലക്ഷ്യമായിരുന്നു? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടേതായിരുന്നു. സാമൂഹിക ക്ഷേമം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടേതാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏത് സമ്പദ് വ്യവസ്ഥ? മിശ്ര സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം നിലവിലുണ്ട്. ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നുണ്ട്. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. അതായത് എന്തെങ്കിലും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിപണികളിൽ വില നിയന്ത്രണത്തിലൂടെയും അതുപോലെ തന്നെ ആസൂത്രണത്തിലൂടെയും ഒക്കെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നത്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്.
ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. അതായത് വിദ്യാഭ്യാസത്തിന്, വിജ്ഞാനത്തിന്, അറിവിന്, അതിലൂടെയുള്ള വൈദഗ്ധ്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, വിവിധതരം സമ്പദ് വ്യവസ്ഥകളുടെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ 3 സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ വ്യക്തികൾക്കാണ് പ്രാധാന്യം. വിപണി ലക്ഷ്യമാക്കിയാണ് എല്ലാ കാര്യങ്ങളും, ലാഭം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സർക്കാർ, ഗവൺമെന്റിനാണ് പ്രാധാന്യം, സാമൂഹ്യക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും രണ്ടിൻ്റെയും നല്ല വശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യന്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ്, ബാങ്കിംഗ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഒരു സമൂഹത്തിലെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ട് നടത്തുന്ന പഠനശാഖയെ നമ്മൾ എന്തു പറയുന്നു? സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു. ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആദം സ്മിത്ത്. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ആഡം സ്മിത്താണ്. അദ്ദേഹം പറഞ്ഞത് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ടതാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതാണ് ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് കരുതി പോന്നിരുന്നത്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. ക്ഷേമമാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്? ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ആദം സ്മിത്ത് പറഞ്ഞത് വെൽത്ത് ഓഫ് ദ സൊസൈറ്റി, സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നു എന്നാണ്. ആൽഫ്രഡ് മാർഷൽ വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്നു എന്നാണ് കരുതി പോന്നിരുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്യുന്നു. അപ്പോൾ 3ാമത്തെ എക്കണോമിക്സ്റ്റ് ആണ് ലയണൽ റോബിൻസ്. അദ്ദേഹം പറയുന്നു പരിമിതമായ വിഭവങ്ങളാണ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതിനനുസരിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ലയണൽ റോബിൻസ്. ഓക്കെ, ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് ദ സൊസൈറ്റി, ആൽഫ്രഡ് മാർഷൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, ലയണൽ റോബിൻസ് എന്താണ്? ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ്. ഇവ തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചാണ് എക്കണോമിക്സ് പഠിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ലയണൽ റോബിൻസ് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് റെന്റ് പാട്ട സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്താണ് അഭിപ്രായപ്പെട്ടത്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി 2 രാജ്യങ്ങൾക്കും അവരുടെ ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ടു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനമാണ് ഏത്? തിയറി ഓഫ് റെന്റ് പാട്ട സിദ്ധാന്തം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. നെക്സ്റ്റ്,
ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. കാൾ മാർക്സ് ആണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതായത് തൊഴിലാളികളാണ് അധ്വാനിക്കുന്നത്, എന്നാൽ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിലെ ചെറിയൊരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് സിംഹഭാഗവും മുതലാളിമാർ കൈക്കലാക്കുന്ന രീതിയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ടത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ഒരു സമൂഹമാണ് ആര് വിഭാവനം ചെയ്തത്? കാൾ മാർക്സ്. അദ്ദേഹത്തിന്റെ തിയറിയാണ്, സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനു വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. കെയ്നീഷ്യൻ തിയറി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ്. സാമ്പത്തിക മേഖലയിൽ സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തം കുറച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഇടപെടൽ കൂടുതൽ വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. ഇതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ.എ. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുമാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് ഷുംപീറ്ററിന്റെ കണ്ടുപിടുത്തമാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നൂതന കണ്ടുപിടുത്തങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നുള്ളത് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വ്യവസായങ്ങളുടെയും സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളെ തടസ്സപ്പെടുത്തുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം നൂതന ആശയങ്ങളെയും തിന്മകളെ നല്ല വശങ്ങളെയും വശങ്ങളെയും എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ സമ്പദ്ശാസ്ത്ര ചിന്തകരാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ജെ.എം. കെയ്ൻസിന് പറയുന്നുണ്ട്, ജെ.എ. ഷുംപീറ്ററിനെ, അതുപോലെ തന്നെ ഡേവിഡ് റിക്കാർഡോയും ഇതിൽ അധികമായി വന്നവയാണ്. ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോൾ എം സാമുവൽസനെയും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സമ്പദ്ശാസ്ത്ര ചിന്തകന്മാരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. സ്മാർട്ട് ഫോൺ, വ്യവസായങ്ങളുടെ ആവിർഭാവം, ടേപ്പ് റെക്കോർഡർ, വീഡിയോ പ്ലെയർ, ഫിലിം ക്യാമറ എന്നീ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. ആരാണ്? ജെ.എ. ഷുംപീറ്റർ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ്. ആര് പറഞ്ഞതാണ്? ജെ.എം. കെയ്ൻസ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കാനും ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനും കഴിയും. ആരാണ്? ഡേവിഡ് റിക്കാർഡോ. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. കാൾ മാർക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ദാദാബായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ്. അതായത് ഇന്ത്യൻ സമ്പദ്ശാസ്ത്ര ചിന്തകരാണ് ചാണക്യൻ. ചാണക്യന്റെ മറ്റു പേരുകളാണ് വിഷ്ണുഗുപ്തൻ, കൗടില്യൻ. അല്ലേ? അദ്ദേഹമാണ് കാര്യക്ഷമമായ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് വിഭാവനം ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ദി ഡ്രെയിൻ തിയറി, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് സാമ്പത്തികമായി ചൂഷണം ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ആദ്യമായി പഠനം നടത്തിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണ്? സ്വയം പര്യാപ്തത,
വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. അതായത് ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായങ്ങളിലൂടെയൊക്കെയും സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങൾ ആര് സ്വപ്നം കണ്ടിരുന്നു? ഗാന്ധിജി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ഇതുവഴി സാധ്യമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രാദേശിക വിപണികളിൽ എത്തിക്കുക. ഇതിലൂടെ സാമ്പത്തിക അസമത്വം കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ആര് അഭിപ്രായപ്പെട്ടിരുന്നത്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൽ വെൽഫെയർ എക്കണോമിക്സ് അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്ക് 1998 നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് അമർത്യ കുമാർ സെൻ. വർഷം ഏതാണ്? 1998. അമർത്യ കുമാർ സെന്നിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? സാമ്പത്തിക പുരോഗതിക്കായി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവണം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക പുരോഗതി ഏതിലൂടെ സാധ്യമാക്കാം എന്നതിനാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയിലൂടെ. അതുപോലെ ലിംഗസമത്വത്തിന് പ്രാധാന്യമുണ്ട്, സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യമുണ്ട്, മനുഷ്യാവകാശം ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെ. ഇത്തരത്തിലൂടെ രാജ്യപുരോഗതി സാധ്യമാക്കാം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അമർത്യ കുമാർ സെൻ. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. 2019 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? അഭിജിത്ത് വിനായക് ബാനർജി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രെമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം പുരസ്കാരം പങ്കിട്ടത്. ഇത് കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ പാഠത്തിലെ ഭാഗങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള ന്യൂ SCERT-യേക്കാൾ കൂടുതലായിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ് ആണ്. ഈ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ആശയം. ഈ ആശയം ലെസേ-ഫെയർ തിയറി, ലെസേ-ഫെയർ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള കെയ്നീഷ്യൻ തിയറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഗവൺമെന്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കൂടുതൽ വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്ന സിദ്ധാന്തമാണ് കെയ്നീഷ്യൻ തിയറി എന്ന് പറയുന്നത്. ആദം സ്മിത്ത് പറഞ്ഞത് വ്യക്തികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. ഈ തിയറി ഏതു പേരിൽ അറിയപ്പെടുന്നു? ലെസേ-ഫെയർ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുള്ള സാഹചര്യം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് മാർക്സ് പ്രാധാന്യം നൽകി. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ സർപ്ലസ് വാല്യൂ എന്നാണ് ആര് വിശേഷിപ്പിക്കുന്നത്? കാൾ മാർക്സ് വിശേഷിപ്പിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം ആയിരുന്നു അദ്ദേഹത്തിന്റെ
സ്വപ്നം. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം ദാസ് ക്യാപിറ്റൽ, മൂലധനം എന്നതാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? ആൽഫ്രഡ് മാർഷൽ, അഥവാ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ആരാണ്? ലാനൽ റോബിൻസ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജനങ്ങൾക്കാവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പരിമിത വിഭവങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ലാനൽ റോബിൻസിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ലാനൽ റോബിൻസ് അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് വരുന്നതാണ് പോൾ എ സാമുവൽസൺ. ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഭാഗമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുവൽസൺ അഭിപ്രായപ്പെട്ടു. അതായത് മികച്ച സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള വിഭവ വിനിയോഗത്തിന്റെ ഫലമായിട്ടാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? പോൾ എ സാമുവൽസൺ. ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പൂരിപ്പിച്ചതാണ്, എങ്കിലും ഒന്ന് നോക്കുക. ആദം സ്മിത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തത് കാൾ മാർക്സ് ആണ്. ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അതിലില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ലാനൽ റോബിൻസ് ആണ്. പോൾ എ സാമുവൽസൺ മികച്ച സാമ്പത്തിക ആസൂത്രണവും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഒന്നാമത്തത് ചാണക്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ പുസ്തകം ആണ് ഏത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള ദാദാഭായ് നവറോജി, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ചോർച്ചാ സിദ്ധാന്തമാണ്. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയൊക്കെയാണ് ചോർത്തിയെടുത്തത് എന്നുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നതിനും ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുന്നതിലൂടെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തതിലൂടെയും ഒക്കെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ചോർത്തിക്കൊണ്ടുപോയത് എന്ന് അഭിപ്രായപ്പെട്ട ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിക്ക് ശേഷം സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള രമേശ് ചന്ദ്രദത്ത് ബ്രിട്ടീഷ് ചൂഷണം എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തു എന്നത് തന്നെയാണ് പഠനവിധേയമാക്കിയിരിക്കുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന് ഗാന്ധിജി പ്രാധാന്യം നൽകിയിരുന്നു. മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ട്രസ്റ്റിഷിപ്പ് എന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അത് എഴുതപ്പെട്ട വർഷം 1909. ഓക്കെ. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുന്നു. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നീട് നമ്മൾ അമർത്യ സെന്നിനെ കുറിച്ചും പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അഡീഷണൽ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പേരുകളും അവരുടെ ചിന്തകളും ചുവടെ നൽകിയിരിക്കുന്നു. വിട്ടുപോയത് കണ്ടെത്തുക. ചാണക്യൻ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം,
സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം ഗാന്ധിജി, അമർത്യകുമാർ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഭിജിത് വിനായക് ബാനർജി. ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ കടമ. അപ്പോൾ നമുക്കറിയാം ലിമിറ്റഡ് റിസോഴ്സസ് ആണ് അല്ലേ, വിഭവങ്ങളുടെ ലഭ്യത കുറവാണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ അനവധിയാണ്. അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഓരോ വിഭവങ്ങൾക്കും എന്തുണ്ട്, പലവിധ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുക. ക്ലിയർ? നമുക്ക് കിട്ടിയിട്ടുള്ള വിഭവങ്ങൾ ഭാവി തലമുറകൾക്ക് കൂടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ സാധന സേവനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഭാവി തലമുറകൾക്ക് കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായിട്ടാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.